ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് മൈൻഡ് ക്രാഫ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് ഹോ, ഇന്ന് എത്രാമത്തെ എപ്പിസോഡാ? മൂന്നാമത്തെ എപ്പിസോഡല്ലേ? അപ്പൊ എല്ലാരും സ്വാഗതം സ്വാഗതം സ്വാഗതം, എല്ലാവർക്കും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സ്വാഗതമൊക്കെ ചെയ്യുന്നു. എന്റെ പിന്നെ പേര് നിങ്ങൾ പറ. ഓക്കെ, പേര് ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കാര്യം ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തു. പുതിയ റെക്കോർഡിംഗ്, പുതിയ എപ്പിസോഡിനുള്ള റെക്കോർഡിംഗ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പയ്യെ പറഞ്ഞുതരാം. ഇത്രയും നേരം നൈറ്റ് ആവണം നോക്കിയിരുന്നു, ഇതുവരെയായിട്ട് നൈറ്റ് ആയില്ല. ഇപ്പൊ നൈറ്റ് ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അയൺ ആർമർ ടൂൾസിലേക്ക് മാറണം. ഓ, അപ്പൊ അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ. പിന്നെ അവിടെ ആയിരിക്കും നമ്മുടെ ബേസ് വരുന്നത്. അവിടെ ഒരു ബേസ് വരും, ഇവിടെ ഒരു ബേസ് വരും, പിന്നെ അടിയിൽ കൂടെ ടണലൊക്കെ കാണും. ഓക്കെ, ഇതൊക്കെ എന്റെ മൈൻഡിൽ ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. അത് ഇതുവരെയായിട്ടും വരുന്നില്ല. ഓക്കെ, ഇന്ന് എൻവിഡിയുടെ റെക്കോർഡിംഗ് ആപ്പിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. കാര്യം റെക്കോർഡിംഗ് എൻവിഡിയക്ക് ഒട്ടും മൈക്കിന് ക്വാളിറ്റി ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് മഴയൊക്കെ കഴിഞ്ഞിട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി റെക്കോർഡ് ചെയ്യാം. പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നെതറി കയറണം. ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രീഡറൊക്കെ ഉണ്ടാക്കി എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ നമ്മളെ അടുത്തെങ്ങും ഈ ഒരു വില്ലേജ് ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും നെതറി കയറി ഇപ്പൊ ഹാപ്പി ഗ്യാസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഹാപ്പി ഗ്യാസിന്റെ പുറത്തിരുന്ന് മറ്റേ വില്ലേജസിനെ കൊണ്ടുവരുന്ന ഒരു സെറ്റപ്പ് മൊയാങ് ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ആ വഴി കൂടെ നമ്മള് ഇവിടെ എവിടെയെങ്കിലും ഒരു ബ്രീഡർ സെറ്റ് ആക്കാനാണ് എന്റെ ഒരു ഊഹം. അപ്പം അതാണ് എന്റെ ഒരു ഇത്. ഇപ്പം എത്രയും പെട്ടെന്ന് നെതറി കയറിയാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു മൂന്ന് ഈ ഒരു ഇത് ഡയമണ്ട് ഒക്കെ ഒപ്പിക്കണം. അപ്പൊ അത് അടുത്ത എപ്പിസോഡായിരിക്കും ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു ബ്രീഡർ സെറ്റായി തട്ടിക്കൂട്ടിയാലേ നമുക്ക് നമ്മുടെ വേൾഡ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കപ്പോ എങ്ങോട്ട് ഒരു ചെറിയ മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് -11 പോകാം. അല്ലെങ്കിൽ ഗുഹ എവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്ന വഴിക്ക് ഇവിടെ ഒരു ഗുഹ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് നല്ല ഗുഹ വല്ലതും ഉണ്ടാകാൻ നോക്കട്ടെ. ഗുഹ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് അതാണല്ലോ. അപ്പൊ നമുക്ക് മൈൻഡ് ചെയ്യാനുള്ള അത്രയും വലിയ കഷ്ടപ്പാടില്ല. ഡയമണ്ട് ഒക്കെ വേണമെങ്കിൽ പിന്നെ ഈ സീരീസിൽ ഡയമണ്ട് മൈൻ ചെയ്യാതെ നമുക്ക് ഒരു കാര്യം നടക്കുന്നില്ല. അപ്പൊ ഞാൻ നോക്കി മറ്റേ നെതറൈറ്റ് മൈനിങ് മെഷീൻ ഉണ്ടാക്കും പോലെ ഡയമണ്ട് മൈനിങ് മെഷീനും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതും കൂടി എനിക്ക് എങ്ങനെ ചെയ്യാമെന്നും കൂടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. ഡയമണ്ട് മൈനിങ് മെഷീനും കൂടെ ഒന്ന് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, എനിക്ക് വലിയതായിട്ട് പോയി ഞാൻ പോകണം. പക്ഷെ എനിക്ക് വലുതായിട്ട് എന്റെ ഡ്യൂറബിലിറ്റി കുറയ്ക്കണ്ട. ലാഗ് അടിക്കുന്നുണ്ടല്ലേ ചെറിയ. പറയണം ഫസ്റ്റ് ഇവിടുന്ന്. ഓക്കെ, കൃഷ്ണ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാം. നല്ലത് അയ്യണ ഇല്ലടാ, ഗുഹയൊന്നും നല്ലതല്ലടാ. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കും, സബ്സ്ക്രൈബ് ചെയ്തേ. ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയുന്നില്ല. എനിക്ക് 50 സബ്സ്ക്രൈബർ മാത്രം നിങ്ങൾ ചാറ്റിയാൽ മതിയാവും. ബിക്കോസ് എനിക്ക് അതിന്റെ ആവശ്യമുള്ളൂ. എനിക്കൊന്ന് സ്ട്രീം ചെയ്യാനാണ്. ഓക്കെ, ഇല്ലടാ ഇന്നും ഇല്ല. നമുക്ക് എന്തായാലും താഴോട്ട് മൈൻഡ് ചെയ്ത് നമ്മൾ പാട്ട് പറ്റും. മീനുകള് ഞാൻ കൊറേ ഗുഹ കണ്ടതാണ് ചോദിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കൊറേ ഗുഹ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതൊക്കെ എവിടെയാണെന്നൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. അല്ലേ നമ്മളെ റെഡ് ഓപ്ഷൻ ലാഗുണ്ടോ? എത്ര FPS കിട്ടണുണ്ട്? ഇവിടെ 120 ഒരു ചെറിയ പിടുത്തുണ്ട്. 1.21 ആണെന്ന് തോന്നുന്നു. അതിന്റെ വിഷയമാണല്ലോ. ആ, ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പയ്യെ അഴിക്ക് കുറച്ച് ആൾക്കാരാണ് ഈ സൈഡ് വാരം വല്ല. അവിടെ വെള്ളമാണോ? നമുക്ക് ചാടിയാണോ? ചാടി തിരിച്ചു വരത്തില്ലല്ലേ? ശരി, തിരിച്ചു കയറപ്പം നനക്കിടെ വെള്ളം പോവുള്ളൂന്നൊന്നും അറിയാനും പറ്റുന്നില്ല. ഞാൻ കാണുന്ന കണക്കായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇത് ഡീസ്ലൈറ്റ് ലെവലാടാ. എനിക്ക് 11 ആണെങ്കിൽ ഇപ്പൊ എത്ര 39 ആയി. ഓ, അയാൾ ഇവിടെ എങ്ങും ഇല്ല. അത് അങ്ങോട്ട് പോവാൻ ബ്ലോക്ക് പോയി. Shit. അല്ല, അങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ബ്ലോക്ക് അങ്ങോട്ട് ചാടാൻ പറ്റും. നോക്ക്, ഞാൻ ടെംപ്ലേറ്റ് ഉണ്ടാക്കണം. അതാണ് ഞാൻ ഇത്രയും കാലമായിട്ടും ഈ ഒരു പരിപാടി ചെയ്യാത്തത്. ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ എനിക്ക് വയ്യ.
പക്ഷെ ഇതിൽ ടെംപ്ലേറ്റ് ഉണ്ടാക്കാതെ നമുക്ക് നെതറേറ്റ് ആവാൻ പറ്റത്തില്ല. ഞാൻ ഇതുവരെയായിട്ട് നിങ്ങളത് നെതറേറ്റ് ആവുന്നതൊന്നും കാണിച്ചിട്ടില്ല. വന്ന് ഇതൊരു മൈൻക്രാഫ്റ്റ് മാത്രം കളിക്കുന്ന ഒരു ഇതായി പോയെന്ന് എനിക്ക് സംശയം. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് മൈൻക്രാഫ്റ്റ്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഗെയിം. ഭയങ്കര രസമാണ് മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് അറിയാം. ഭയങ്കര ചില്ല് വൈബ് അടിച്ച് കളിക്കണം. പിന്നെ മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും ഈ ഒരു മറ്റേ ഫ്രീ ഫയർ കളിക്കുമ്പോഴൊന്നും അല്ല മൾട്ടിപ്ലെയർ കളിക്കുന്നു മൈൻക്രാഫ്റ്റ്. ചിലവരുത്തും പോയി എപ്പോഴും ചാവാൻ വേണ്ടി ഒരുത്തനാണ്. ചിലവന്മാർ ഭയങ്കര കോർഡിനേഷനിലായിരിക്കും കളിക്കുന്നത്. പക്ഷെ അവസാനം എല്ലാം കൊണ്ടത് കളയും. അതൊക്കെ ഭയങ്കര വൈബാണ്. കളിച്ചിട്ടുള്ളവർക്ക് അറിയാം മൈൻക്രാഫ്റ്റ്. ഒരു സെർവർ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചു. പക്ഷെ ഇടാൻ എനിക്കൊരു മൂഡില്ലായിരുന്നു. ഞാൻ ഈ ഇടയ്ക്കാണ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇടാൻ എനിക്കൊരു ഇതില്ലായിരുന്നു. ആഹ് എല്ലാരും പഠിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ കളിക്കാറില്ല. ഒരു വേൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മനസ്സിലായില്ലേ, വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും വലിയ പരിപാടി വേറെ ഒന്നുമില്ല. ആഹ് അതിൽ ഏതെങ്കിലും ഒന്നും പൊട്ടിച്ചതില്ല എന്റെ തലയിൽ പോകുന്നു. ആ ശരി, ഇവിടെ ഒന്നും ആരും സ്പോൺ ആവുന്നില്ല. ഉണ്ടായിരുന്നു മുമ്പ്. എടാ അതാണ് ആരും സ്പോൺ ആയിട്ടില്ല. ഓ നല്ല കാര്യം. വേൾഡ് ഡിഫോൾട്ട് ഡിഫിക്കൽട്ട് അത് നമുക്കൊന്ന് ലോക്ക് ചെയ്യണം. അതുവരെ ഞാൻ ലോക്ക് ആക്കിയില്ല. അല്ലെങ്കിൽ ചിലർ പറയും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ കുറെ ആൾക്കാരുണ്ട് നല്ല പീസ്ഫുൾ ആയിട്ടാണ് ഞാൻ ഈസിയാണെന്ന് പറയും. ഈസി ആണെങ്കിൽ നമ്മൾ നോർമലായിട്ട് കളിക്കുന്നതായിരിക്കും. നോർമൽ മതി, ഇതൊന്നും വേണ്ട. ഫസ്റ്റ് തന്നെ ഓക്കെ അടിക്കലേ മാറ്റാം പ്ലീസ്. അവിടെ അവിടെ ഞാൻ ഫുഡ് കുക്ക് ചെയ്യാൻ കിടന്നു. ഞാൻ ഒറ്റ അടിക്കും വന്നു അതിനെ തീർത്താറ് കേസ്. പിന്നെ ടോർച്ചും കൊണ്ട് വന്നാലേ ഇവിടെ നടക്കുള്ളൂ. ഇപ്പൊ തൽക്കാലം നമ്മൾ 17 കിട്ടി. അപ്പൊ അത് വെച്ച് നമുക്ക് പറ്റുന്നതൊക്കെ ഉണ്ടാക്കാം. പിന്നെ എന്താ, ഒന്ന് ലൈക്ക് ചെയ്തോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, വേണ്ടല്ലോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോന്ന് എനിക്കറിയാം. ചുമ്മാ ചെയ്തേരാ കേസ്. കാര്യം ഞാൻ അങ്ങനെ പറയാറില്ല. എന്നെ അറിയാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ എനിക്കിപ്പോ എന്റെ അവസ്ഥ ലൈവ് ഇടണമെന്നുണ്ട് ചെറിയ രീതിയിൽ. മണ്ടോട്ട് പോകാനെക്കാട്ടി ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ എന്തായാലും ഇന്ന് കൊണ്ടൊന്ന് വീട്ടിൽ എത്തിക്കോട്ടെ. ഓക്കെ, നമ്മൾ കണ്ട നോക്കുമ്പോഴത്തേക്ക് ഇത് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓ സാഡിലിനും ക്രാഫ്റ്റ് ഇത് റെസിപ്പി ഒന്നോ. ഓക്കേ, അവിടെ 6 മതിയാവൂലടാ ഇത്. 7 പറയുന്നില്ലേ, ഇപ്പൊ തന്നെ 7 ആയി കാണുന്നു. ഇതൊരു ചെസ്റ്റ് പ്ലേറ്റ് തന്നെ ഫസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്. അപ്പൊ ഞാൻ തൽക്കാലം താഴെ പോയിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഫർണസ് കൂടെ ഉണ്ടാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനുള്ള ഇതില്ല. അപ്പൊ നമുക്ക് എന്തായാലും താഴോട്ടൊരു ബ്ലോക്ക് വെച്ചിട്ട് ഒരു കുറച്ച് കോവ് എടുത്ത് താഴെ വെച്ച് കുക്കോട്ടെ. ഞാൻ അപ്പൊ എന്തായാലും ബാക്കി മൊത്തം കോപ്പറും അയണൊക്കെ സ്മെൽട്ട് ആക്കട്ടെ. എന്നിട്ട് ഞാൻ കണ്ടിട്ട് അപ്പൊ ഗൈസ് നമുക്ക് ഞാൻ അയണ് 2 ഫിൽറ്റ് ചെയ്യാൻ വെച്ച് അത് 2 ഫിൽറ്റ് ചെയ്തെടുത്തു. അപ്പൊ ഇതിൽ ആ ഒരു സാഡിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കാം. പിന്നെ എന്താ നമുക്ക് ഞാൻ എന്തിനാ ഒരു ഷീൽഡ് ഉണ്ടാക്കണം. നമുക്ക് ഷീൽഡ് എവിടെ, ഷീൽഡ് ഓക്കെ, ഷീൽഡും കൂടി കയ്യിരിക്കട്ടെ. ഹലോ ചിറ്റുമണി, ഇതിന് നല്ലൊരു പേര് പറയുന്നു. ഓക്കെ, പിന്നെ നമ്മളത് കംപ്ലീറ്റ് ഇതിലോട്ട് മാറിയിട്ടുണ്ട്. ഒരു ചെസ്റ്റ് കൂടെ ഉണ്ടാക്കുക. പിന്നെ നമുക്ക് നമ്മളെ കൊട്ടാരം ഒന്ന് വലുതാക്കണം. സ്ഥലമില്ല കൊട്ടാരത്തിൽ. അതിലിരിക്കുന്ന തൽക്കാലത്തേക്കുള്ള ഈ ടൂൾസ് എല്ലാം മാറ്റി വയ്ക്കാം. പിക്ചർ ഒഴിവാക്കി എല്ലാം ടൂൾസ്. ഒരു സ്വാഡ്, ഇത് ആക്സ് എവിടെ ഓക്കെ. ഇനി നമുക്കൊരു അയണിന്റെ ബാക്കിയെല്ലാം അതിനകത്ത് എടുക്കാം. അയണൊക്കെ അവിടെ റിസൾട്ട് ആവട്ടെ. വരുന്നുണ്ട് പിക്കാക്സും. ഒരു പിക്കാക്സ് അയണിന്റെ കൂടെ ഉണ്ടാക്കിയാലോ. ഞാൻ വേറെ വല്ലതും കിട്ടിയാലോ ബാക്കി
ഫുഡ് പറ്റി എടുത്ത് നടക്കട്ടെ. കുതിര എന്റെ സാധനങ്ങളുണ്ട്. വാ വാ വാ, കുതിരയുണ്ട് കുതിരയുണ്ട്. എന്റെ കുതിരക്കുട്ടാ, നീങ്ങ ബാ. എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ല വേണ്ട. ഓരോ സ്പീഡ് ഉള്ളത് വേണം. സ്പീഡ് ഭയങ്കര ഇവന്മാർക്ക് നിങ്ങളൊരു പേര് കണ്ടുപിടിക്കണം. അതാണ് ഇപ്പൊ എന്തായാലും നിങ്ങളെ ആരെങ്കിലും ഇടുന്നതിന് ഏറ്റവും നല്ലൊരു പേര് നോക്കി ഞാൻ ഇടും. പോണ ഇത് മതി. ഉം, ഒന്ന് പെട്ടെന്നാവോ? ഓക്കെ ആയിട്ടുണ്ട്. ആടാ പോ. വലിയ സ്പീഡില്ല. കത്തിയാലേ അവനെ വേണ്ട വേണ്ട വേണ്ട. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ഇവനെ കാണാൻ. എടാ ലീഡിന്റെതും വന്നല്ലോടാ. ലീഡിന്റെ റെസിപ്പിയും കൂടെ വന്നല്ലോ. ലീഡ് വന്നില്ല. ഏ ഇല്ല വന്നില്ല ചെറുക്കൻ. ഓ ഉണ്ട്. അല്ലെങ്കിൽ അവനൊരു വീട് കെട്ടാ എന്റെ ഇപ്പൊ എന്തിനും വേണ്ട എനിക്ക് കളഞ്ഞില്ല. എന്താ ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും കോപ്പറിലോട്ട് മാറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയൂടെ പോയി മൈൻ ചെയ്യണം. അപ്പൊ എന്തായി ഇവിടെ തിരിച്ചാവുന്നുണ്ട്. ഒരു ദിവസം വലുതായിട്ടൊന്നും നമ്മൾ കളിക്കുന്നില്ല. വലിയ ഗെയിം പ്ലേ ഒന്നും വേണം. ആണ് ബാക്കി മൊത്തം ഫുഡ് പകുതി എടുത്തു പകുതി എടുത്തു. ഓക്കെ നമുക്ക് ബാക്കി പോയി കണ്ടുപിടിക്കാൻ പോവാം. പിന്നെ ഞാൻ വീട്ടിന്റെ ഡോർ വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി ആയിരിക്കുന്നതാണ് ഞാൻ വെച്ച്. ബാക്കി ഡോറിന്റെ കയ്യിരിക്കും. ആ ഞാൻ എന്തായാലും അഞ്ചാറ് കുറച്ചുകൂടെ അയങ്ങൾ കളച്ചിട്ട് നിങ്ങൾ തെറ്റും. ഈ പൊട്ടിത്തെറിച്ച് മരിച്ചു പോയി സംഭവം കണ്ടല്ലോ. സംഭവം എന്താണെന്ന് അറിയാമോ? ഞാന് ഇങ്ങനെ കളിപ്പിച്ചാണ് ക്രീപ്പറിനെ ഇട്ട്. ഞാൻ ഈ ക്രീപ്പർ പൊട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേ എന്റെ റൈറ്റ് ക്ലിക്ക് കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പോഴത്തേക്കും ആണ് അവൻ പൊട്ടിയത്. ഞാൻ ചത്തുപോയി. അവന്റെ അണ്ണാക്കി കയറി നിന്നിട്ട് ഞാൻ മറ്റേ ഇങ്ങനെ ഇവിടെ ഓപ്പി കളിച്ചതാണ്. വേറെ തൊട്ട് സൈഡ് വേറെ ക്രീപ്പർ ഉണ്ടായിരുന്നു. അവനെ അടിച്ചു കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ചന്നി പോയി. തൊട്ട് അവിടെ അവിടെ എവിടെയോ ആയിട്ട് ഞാൻ മരിച്ചു പോയി. ഇതുവരെയായിട്ട് ഒരാഴ്ച വേണ്ടി കണ്ടുപിടിച്ചു പോയി. അപ്പൊ തൽക്കാലം അത്രയൊക്കെ തന്നെ മതിയാവും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം കില്ലറിനെയാണ്. വാ 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 അവൻ അവൻ ആര് ടെക്നോളജിയാണോടാ അയക്കാൻ ആയി പുള്ളി മരിച്ചു. ആരെ വീണു. അതെ കിടക്കുന്നില്ലേ സാമാനഗിരികളില്ല. പിന്നെ എന്തെങ്കിലും തിരിച്ചു കിട്ടി ഹാപ്പിയാണ് ഞാൻ. വേറെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്. നാട്ടിലൊരു ടോസ് ഇരുന്നൂറ് കഴിച്ചേക്കാം. ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തേക്കുള്ള ഇത്രയൊക്കെ ആയി. ഇന്നത്തേക്കുള്ളതായി. അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ആണോന്നില്ല. നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി. ഓക്കെ കാണുന്നുണ്ടല്ലോ കുറെ പേരെങ്കിലും കാണുന്നുണ്ട്. കഴിഞ്ഞ ഇന്നലെ ഇട്ട വീഡിയോ എനിക്ക് ഏകദേശം 85 വ്യൂസ് ഒരുമിച്ചായി. അതിൽ എത്ര എല്ലാ പേരും സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ആ അതിനെ പക്ഷെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ്. അതിപ്പോ സംഭവിച്ചു. ഇവിടെ കൂടെ എങ്ങനെയും കയറി പോകാൻ കുറച്ച് വഴി വെപ്പിക്കണം. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് പോയേ പറ്റത്തുള്ളൂ. അതിനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. ഇപ്പോഴേ ആ ഒരു ഇഷ്യൂസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോകാൻ പറ്റാതെ ഒക്കെ. ഓക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് ഇനി അടുത്ത എപ്പിസോഡ്